അവർക്ക് ചോദ്യം ഉണ്ടാവണം എപ്പോഴും. അങ്ങനെയാണല്ലോ നമ്മുടെ പരിപാടികൾ. ഇന്ന് വേണമെങ്കിൽ ചെറിയ ചോദിച്ചാൽ അതിന് ഉപസാരമായിട്ട് വന്നതായിരിക്കും. ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കപ്പെടും. അതുമില്ലാതെ നിന്നെ ഒരിക്കലും കണ്ടിട്ടല്ലോ, ഇതിന് പതിവില്ലാതെ എന്നെ പറ്റി ഈ ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, 10ാം ക്ലാസ് പഠിത്തത്തിന് ശേഷം സ്വന്തം ഇടവപ്പള്ളി വിട്ടിട്ട് കൊടിമറ്റമ്പള്ളി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. വേണ്ട 4 മണിക്കത്തെ കുർബാന, അവിടെ വീട്ടുകാരുടെ കുർബാന, 4 മണിക്കത്തെ കുർബാന എന്ന് പറയുന്നത് ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഇടവപ്പള്ളി ചെന്നാൽ ചോദിക്കണം, അമ്മയ്ക്കും ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്കില്ല, ബുദ്ധി നീ പഠിത്തം നിർത്തില്ല. ഒരു കല്യാണ വീട്ടിലുണ്ടല്ലോ, ഒരു കീർത്താംശം ഇരുന്നാലോ, നീ പെണ്ണാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കണം. സ്വയം ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഒരിടവകയിലേക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. ചിലരുടെ കണ്ണുനീര് മടന്നു നിർത്തുകയും ചിലരുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളു വിടയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു ജീവിതാനുഭവം തന്നെയാണ്. ഈ ഒരു 4 വർഷക്കാലം വീട്ടിലെ ഈ കഷ്ടപ്പാടുകളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ നടുവിലൂടെ ദൈവമായി കൊണ്ടുപോയി. അതിനുശേഷമാണ് സെമിനാറിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ സെമിനാരിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരാൻ അല്ലാത്ത കാര്യങ്ങൾ. ഞാൻ സെമിനാറിലേക്ക് പോകും. ഇത്രയും ഒരു വീടുമായിട്ട് ഈ 4 വർഷത്തെ അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. അപ്പൊ എങ്ങനെ ഒരു 12 വർഷക്കാലം സെമിനാരിൽ പോയി പഠിച്ച് വൈദികനാകാനുള്ള ഒരു ഇതിലേക്ക് വന്നു. പട്ടം കിട്ടാൻ വേണ്ടി പോകുന്ന തലേ ദിവസം വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അമ്മയുടെ കണ്ണ് നിറയുന്നത് ഒരുപാട് കാണാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ട്. ഞാൻ ഡിസംബർ മാസം 2010 ഡിസംബർ 29 തീയതി വീടിനോട് യാത്ര പറഞ്ഞ് അരമനയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ രഹസ്യത്തിലും അപ്പൻ്റെ രഹസ്യത്തിലും അപ്പൻ കരഞ്ഞോട് സ്ഥലം വാങ്ങിച്ച് അപ്പൻ കയറി പോകുന്നു കണ്ടു. അമ്മയുടെ രഹസ്യം അമ്മ ചെന്നു. ഞാൻ ഓർത്തു അമ്മയായിരിക്കും ഇനി അടുത്ത് വാവിട്ട് കരയാൻ പോകുന്നത്. കാരണം ഇളയ മകനാണ്, 4 വർഷം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അഭിമാനപുരം പറയുകയാണ്. എല്ലാം തന്നെ അമ്മയുടെ മെച്ചാണ്. പറഞ്ഞ തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ പറയുകയാണ്. അത്ര സ്വാതന്ത്ര്യ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് സ്തുതിയെല്ലാം വേണ്ടി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അമ്മ കരയുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ചുറ്റും വീട് നിറച്ച് ആൾക്കാർ നിൽക്കുക. ഞാൻ അമ്മയുടെ രഹസ്യമെല്ലാം വേണ്ടി ചെന്നു. 4ാം ക്ലാസ് മാത്രമേ എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ അമ്മ ഒരു തുള്ളി കണ്ണുനീര് വീണില്ല, ഒരു പുഞ്ചിരി അവിടെ പോകുന്നു പാടിയില്ല, മാറിയില്ല. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ എൻ്റെ 2 കൈകളങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് എന്നെ സ്തുതി വാങ്ങിച്ചിട്ട് എൻ്റെ കവളിൽ ഉമ്മ തന്നൊരമ്മ. എന്നിട്ട് അമ്മ എന്നോട് ചെവിയിൽ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മോനെ, കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ പള്ളി കൊണ്ടുപോയപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്നത് എൻ്റെ മകൻ കണ്ടിട്ടുണ്ട്. നാളെ എൻ്റെ കുഞ്ഞാദ്യമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി കാസയും പീലസും പിടിച്ച് ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അത് ഉയർത്തുമ്പോൾ എൻ്റെ കുഞ്ഞോർത്തോളം പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരും അവന്റെ ജീവിതത്തിലെ യാതനകളുമാണ് നാളെ മുതൽ എൻ്റെ കുഞ്ഞിന്റെ കയ്യിലിരിക്കാൻ പോകുന്നത്. ഈ ഒരു ചിന്തയോടുകൂടെ മാത്രമേ ഈ കുർബാനയ്ക്ക് പോകാവുള്ളൂ. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ സ്നേഹമുള്ളവരെ. എൻ്റെ കുഞ്ഞിന്റെ കൈവശം ഇരിക്കുന്ന കാസയിലും പീലാസയിലും പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലെ കണ്ണുനീരും വേദനയും അവന്റെ യാതനകളും അവന്റെ പ്രതീക്ഷകളും മുഴുവനുമുണ്ട്. ഇത് വഹിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതൻ ബലിപീഠത്തിലേക്ക് കയറി പോകുന്നത്. അതൊരിക്കലും മറന്നു പോകരുത് എന്ന് ഇത് കൂടുതൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരമ്മയ്ക്ക് ഒരു മകനോട് പറഞ്ഞു കൊടുക്കാൻ ഉണ്ട് സ്നേഹമുള്ളത്. ഇന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാസയും പീലാസെടുത്ത് കുരിശാകൃതിയുടെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ കർത്താവിന്റെ കുരിശ് മരണമാണ് അവിടെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിൽ കടന്നു ചിന്തിക്കുകയുള്ളൂ, ദൈവമേ, ഈ മുന്തിരിച്ചാറി കാസയ്ക്ക് അതിൽ നോളം പെട്ടുന്നുണ്ട്, ഗോതമ്പപ്പം മറന്നു പോകാൻ വെമ്പല് കൊള്ളുന്നുണ്ട്. പക്ഷെ ഇത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അതിനതിൻ്റെതായ ഭാരമുണ്ട്, അതിനതിൻ്റെ ധനമുണ്ട്. അണ്ട് സ്നേഹമുള്ളവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നിങ്ങളുടെ ഇടവക വികാരിച്ചിരുന്ന ഇടവക ജനത്തിന്റെ ദീനരോധനങ്ങളും അവന്റെ കണ്ണുനീരും അവന്റെ വേദനകളുമാണ്. ആ കുർബാനയ്ക്ക് തരാത്തൊരു ഉത്തരം തേടി ഒരിടത്തും നിങ്ങൾ പോകരുത്, ഒരിടത്തും നിങ്ങൾ പോകരുത്. ഈ കുർബാനയ്ക്ക് തരാൻ പറ്റാത്തൊരു ഉത്തരം മറ്റൊരിടത്തും കിട്ടില്ല. ഞാൻ മനസ്സിലാവുന്ന ഞായറാഴ്ച കുർബാന പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ പോകാതിരിക്കും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിവതും ഇടവക ദേവാലയമാവണം നമ്മുടെ ആത്മീയതയുടെ ഉറവിടവും കേന്ദ്രവും അതായിട്ട് മാറണം. ആ ഇടവക ദേവാലയത്തിൽ വേണം നമ്മുടെ ആ കൃപ നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തൊരു ഇടമാണിത്. അവിടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് വരണം, അവരെ നമ്മൾ ആരാധിക്കണം. ക്രോഭന്മാരും ശ്രാഭന്മാരും ചേർന്ന് മാനവഗണത്തോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് മഹോന്നതനായ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കണം. ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥന ചെല്ലാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്നേഹമുള്ളവരെ അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭാവം അങ്ങനെയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 5 അപ്പവും 2 മീനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് പറയാണ്? ഫിലിപ്പോസ് പറയാണ്, കുറെ ജനക്കൂട്ടം ഇവിടെ നടന്നു വരുന്നു. കഥാ പറയണതാ, ഒരു ജനക്കൂട്ടത്തിന് ആരോ കേൾക്കുന്നുണ്ട്, അവർക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം. ഫിലിപ്പോസ് പറയാണ്, 200 ധനാരേ ഉള്ളൂ, തികയില്ല എന്ന്.
സഹോദരൻ, എന്നെ അതിശയിപ്പിച്ച് കരുതേ ഉള്ളൂ. ഈ ജനക്കൂട്ടം കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ. ഒരു പൊടിക്കഷ്ണം പോലെ കാണുന്നതേ ഉള്ളൂ. അത്രയും ദൂരെ വെച്ച് കാണുകയും കർത്താവ്. എന്നിട്ട് കർത്താവ് പീലിപ്പോസിനോടും അന്ത്രയോസിനോടും പറയുകയാണ്, അവർക്ക് വിശക്കുന്നുണ്ട്. ഈ ജനക്കൂട്ടത്തിൽ ആരെങ്കിലും കർത്താവ് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? തന്റെ അരികിലേക്ക് തിരിഞ്ഞു വരുന്ന ഓരോ മനുഷ്യന്റെ വിശപ്പറിയുന്നവൻ എവിടെ ഇരിക്കുന്നത്? നിന്റെ വിശപ്പ് നന്നായിട്ട് അറിയാവുന്നവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. നീ അവന്റെ പക്കലേക്ക് ഒന്ന് തിരിഞ്ഞാൽ ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച പിതാവിനെ കൽസ്പർശം നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. സഹോദരരെ, തന്റെ അരികിലേക്ക് കണ്ട് ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസ് അവർക്ക് വിശക്കുന്നുണ്ട് എന്ന്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് നടന്നു വരുമ്പോൾ, യാത്രയാകുമ്പോൾ നിങ്ങളുടെ വികാരിച്ചോട് പറയുന്നുണ്ട്, ദൈവമാതാവ് എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ജീവന്റെ അപ്പം കൊടുക്കണം, വചനത്തിന്റെ അപ്പം കൊടുക്കണം. ഇതാണ് ഒരു പുരോഹിതനോട് ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. നിന്റെ അരികിലേക്ക് വരുന്ന എന്റെ മക്കൾക്ക് ജീവന്റെ അപ്പവും വചനത്തിന്റെ അപ്പവും കീറി മുറിച്ച് നീ കൊടുക്കണം. അവരുടെ വിശപ്പടക്കിയിട്ട് വേണം നീ അവരെ പറഞ്ഞു വിടാനായിട്ട്. ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? തിരക്കുകളാണ്, സമയം തികയില്ല, പൈസ അധികമില്ല, 200 ദിനാറേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജനക്കൂട്ടത്തെ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. അവരെ പറഞ്ഞു വിട്ടരെ, അവർ വീട്ടിലേക്ക് വിട്ടു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നാളെ ഉള്ളു കൺവെൻഷൻ, അവിടെ നാളെ തൊട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഒഴിവാക്കാനുള്ള ഒരു നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളെന്താ ചെയ്യേണ്ടത്? തൻ്റെ അരികിലേക്ക് വരുന്നവന്റെ വിശപ്പ് തിരിച്ചറിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഈ ബലിപീഠത്തിൽ തരാൻ മേലാത്ത ഒരു ഉത്തരവില്ല. സ്നേഹമുള്ളവരെ, 100 എത്ര കണക്കിന് വേണമെങ്കിലും ജീവിതാനുഭവം തന്നെ ഞാൻ പറയാം. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 6.5 വർഷക്കാലം നിലയ്ക്കലേക്ക് വിളിക്കുന്ന ദേവാലയത്തിലെ വനത്തിനകത്ത് ഞാൻ താമസിച്ചത്. ഒരു വീട്ടുകാരെ പോലും അവിടെ ഇല്ല. നമുക്കറിയാം, ഇവിടെ നിലയ്ക്ക് തീർത്ഥാടനം വന്ന് തുലാപ്പള്ളി വന്നതിന് ശേഷം വനത്തിലേക്ക് പോകാറുണ്ട്. അവിടെയാണ് ഞാൻ 6 വർഷക്കാലം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങോട്ട് അപ്പോയിൻമെന്റ് കിട്ടി. ഒരു ഇടവക്കാർ ആരുമില്ല, ആകെപ്പാടെ സ്റ്റാഫ് മാത്രമല്ല. എനിക്ക് ദേവാലയമാണ്. ഒരു ആങ്ങമഴി നിന്ന് വരുന്നെങ്കിൽ 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക്, തുലാപ്പള്ളി നിന്ന് വരുന്നെങ്കിൽ 10-16 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അവിടെ ഞാൻ 6 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോയിൻമെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയില്ല. പറഞ്ഞായിരുന്നോ? പറഞ്ഞല്ലേ? ഓക്കെ. പക്ഷേ വളരെ അവിടെ ഞാൻ ആ ദിവസം കുർബാനയ്ക്ക് ചെല്ലുന്ന സമയമുണ്ടല്ലോ, ഞാൻ എന്താണ് കുർബാനയ്ക്ക് ചെല്ലണമല്ലോ. കുർബാനയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ കിടന്ന ഒരു ചിന്തയേ ഉള്ളൂ. ആ രാത്രി വഴി ഞാൻ കരഞ്ഞത് ഒന്നിനു വേണ്ടി അറിയാമോ? ഞാൻ കരഞ്ഞത്രേ ഉള്ളൂ. ഞാൻ ആർക്കു വേണ്ടി ഞാൻ ബലിപീഠം ഒരുക്കണം, ഒരു പുരോഹിതനാവണമെന്ന് ആഗ്രഹിച്ചു, ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വലിയൊരു ആഗ്രഹത്തോടു കൂടെ ഒരു പുരോഹിതനായിട്ട് വന്ന് എനിക്ക് വനത്തിൽ കൊണ്ട് എന്നെ ഇട്ടിരിക്കുകയാണ്. ഞാൻ ആ വനത്തിൽ കിടക്കുന്ന സമയം ഈ കുർബാനയിൽ അഭ്യസിച്ചിട്ട് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കുന്നത് ആരും കുർബാനയ്ക്ക് വരില്ല. സങ്കടത്തോട് സങ്കടം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണുനീര് കൊണ്ട് കിടക്ക നനയ്ക്കാൻ പറഞ്ഞ അക്ഷരം ഞാനൊന്ന് കരഞ്ഞതാണ്. ദൈവമേ, എല്ലാ പൗരോഹിത്യ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഒരു താറുമാറാകുന്നൊരു ശൈലിയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, ആർക്ക് വേണ്ടിയാണ് ഞാൻ കുർബാന അർപ്പിക്കേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വളരെ എനിക്കൊരു ഉത്തരവാദിത്തം കിട്ടുന്നില്ല. 6 മണിയായി, 6:30. എന്നിട്ട് ഒരാൾക്ക് ഞാൻ കിടക്കും. ഞാൻ 6 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കഥകെ വന്ന് അറിയപ്പെട്ടു. ഞാൻ അവിടെ 2 ചേട്ടന്മാർ സ്റ്റാഫുണ്ട്, അവരായിരിക്കും ഞാൻ ഓർത്തു. ഞാൻ കാര്യമായിട്ട് ഒക്കെ ഇവിടുത്തെ ടീഷർട്ടൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ കുർബാന എപ്പോഴാണ് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞു, ഇവിടെ കുർബാന ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ, ഇതൊന്നും എടുത്തു വെച്ചിട്ടില്ല, പള്ളിയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, പല കാലമായിട്ട് കുർബാനയിലായിരിക്കുന്ന പള്ളിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കുർബാന മിക്കവാറും വൈകുന്നേരത്തേക്ക് ആകാൻ സാധ്യത. ഞാൻ റെഡി, ഞാനും വന്നേ ഉള്ളൂ, ഒന്നും എടുത്ത് വെച്ചില്ല. ഈ മനുഷ്യൻ എന്നോട് പറയാണ്, അച്ഛൻ പോയി പെട്ടെന്ന് കുറിച്ച് റെഡിയായിട്ട് വാ, ഞങ്ങൾ റെഡിയാക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എൻ്റെ കാപ്പസെറ്റ് കുർബാന സെറ്റൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ തിരുവസ്തുക്കളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അച്ഛൻ പോയി കൂടി അച്ഛൻ ലഗേജ് എവിടെയിരിക്കും? ഞാൻ പറഞ്ഞു, ആ മുറിയിലാണ് മേശപ്പുറത്ത് കുറച്ച് ലഗേജ് ഇരിപ്പുണ്ട്, അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അവരെൻ്റെ സൂട്ട് കേസ് തുറന്ന് എൻ്റെ കാപ്പസെറ്റ് സിസ്റ്റേഴ്സ് നന്നായിട്ടും കുർബാനകളെല്ലാം കൃത്യമായിട്ട് വിവരിച്ച് സൂട്ട് കേസിനകത്ത് അത് ഇട്ടിരിക്കും. അര ബാഗിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ കുളികളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബലിപീഠം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് കുർബാനയിലമ്പലത്തിൽ. ഞാൻ പണ്ടിരിക്കുന്ന ഫ്രണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ 2 ഇരട്ടപ്പെട്ടാൽ മുന്നിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ അത്താരി ഒരുങ്ങി എന്നുള്ള പാട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മാധുര്യമായിട്ട് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്കൊന്ന് സ്വർഗത്തിൽ നിന്ന് മാലാഹന്മാർ വന്ന് ഇറങ്ങിയത് പാടുന്ന അതേ രീതികൾ കൊച്ചു പിള്ളേർ കണ്ടുകൊണ്ടത് പാട് ഇരട്ടപ്പിള്ളേർ. ഞാനിത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് വന്നു, ഞാൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. എത്ര പരിശ്രമിച്ചിട്ട് എനിക്ക് അറിയാതെ ഈ കുർബാനയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടമാണോ എന്നാ വികാരം എനിക്ക് പറയാൻ പറ്റില്ല.
അങ്ങനെ ഞാൻ ആ കുർബാന വളരെ എൻ്റെ ഹൃദയത്തെ നമുക്കറിയാൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു പ്രയാസത്തിലൂടെ ഞാൻ ആ കുർബാന അർപ്പിച്ചു കഴിഞ്ഞു. കുർബാന അർപ്പിച്ച് ലാസ്റ്റ് സമാനാസ്വാദം വന്നപ്പോൾ ഞാൻ എങ്ങനെ ശരിക്കും കരയുന്നുണ്ട്, കണ്ണ് നവയുന്നുണ്ട്, കണ്ണീർ ഒഴുകുന്നുണ്ട്. ഒരു തരത്തിൽ ഞാൻ ആസ്വാദമൊക്കെ കൊടുത്ത് നിർത്തി. എന്നിട്ട് ഞാൻ അവരങ്ങനത്തേക്ക് അവിടെ അച്ഛനെന്തിലേക്ക് അറിയുന്നുണ്ട് ഞങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ കരഞ്ഞതായിരുന്നു ശരിക്കും പറഞ്ഞത്. കരയാൻ പറ്റത്തില്ല. ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നു. ഒരു രാത്രി ഞാൻ ചുമ്മാതല്ല സങ്കടപ്പെട്ട് കരഞ്ഞു. ദൈവമേ, ഞാൻ ആർക്കു വേണ്ടി ബലിയർപ്പിക്കണമെന്നുള്ള ചോദ്യങ്ങൾ ഒന്നിനു പുറകെ എന്റെ മനസ്സിൽ ഉയർന്നു വന്നപ്പോൾ തങ്കമണി ഇടവകയിൽ നിന്ന് ഗവി കാണാൻ പോകാൻ വേണ്ടി വന്ന ഒരു വണ്ടി നിറയെ 10-27 പേരെ 27 സെന്റ് ട്രംപാട്ടാവ് നിറച്ച ആളെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ ദൈവമായ കർത്താവ് എന്റെ പള്ളിയുടെ പള്ളികളിൽ പറയാണ്, നീ ഇവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക. വളരെ ഒരു വൈദികൻ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ അവന് വേണ്ടി മറ്റൊരു രൂപതയിൽ നിന്ന് ഇത്രയുമേറെ ആൾക്കാരെ ആ വളർത്തിക്കൊണ്ട് നിർത്താൻ ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതന്നെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ദൈവം തന്റെ കൃപയെന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളല്ലേ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതോടെ കഥാവിന്റെ ബലിപീഠത്തിന് മുമ്പ് കരഞ്ഞിട്ട് മടങ്ങിപ്പോയ കാരണം എങ്ങനെയാ പോയത്? ചിരിച്ചുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. അവൾ